എവിടെ നിങ്ങൾ വരണേ? ആടാ ഞാനേ കുഞ്ഞുമോന്റെ പണി അവിടെ തുടങ്ങാണല്ലോ. അപ്പൊ അവിടേക്ക് ഇതിലെ സാധനമായിട്ട് വണ്ടിയാണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നാ. പിന്നെ അവിടെ തറ കെട്ടാൻ വേണ്ടിട്ട് വെട്ടിട്ട മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആവശ്യമുള്ളതാ? അതാടാ, അത് പൊടിയനും തെങ്ങും പടുമരങ്ങളൊക്കെ അല്ലേ. അപ്പൊ വീടിന്റെ ആവശ്യത്തിനൊന്നും പറ്റൂലല്ലോ, അത് ഈ വിറകിന്റെ ആവശ്യത്തിനൊക്കെ പറ്റുള്ളൂല്ലോ. അല്ല, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടത്? ആവശ്യമില്ല, വിറകിപ്പോ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം തന്നെയാണല്ലോ. ഇതെന്തേ ചോദിച്ചു? വിറക് ഞങ്ങള് സാധാരണ പുറത്തുനിന്ന് മേടിച്ചലാണ്, അപ്പൊ അത് വാങ്ങാനായി, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് ശരി. എന്നാ എനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താ. അല്ല, അതിപ്പോ കൊറേ വിറകുണ്ടല്ലോ, അപ്പൊ എല്ലാം കൂടി എത്ര വരും പൈസ? എടാ, അത് വിലപ്പറ്റി അങ്ങനെ നോക്കണ്ട. ഇതൊരു 500 റുപ്യ തന്നു കാണിച്ചാണ്ട് കൊണ്ടേക്ക്, എൻ്റെ ഒരു ആവശ്യത്തിനല്ലേ. ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ. എന്താ? പിന്നെ അപ്പൊ എന്നാല് ഇജ്ജ് കൊണ്ടേക്ക് ഒക്കെ വെട്ടി പീസാക്കി വെട്ടുണ്ട്. അത് അപ്പുറത്ത് കൂടെ വണ്ടി വന്നാണ്ട് വേഗം കൊണ്ടുപോകട്ടോ. എനിക്ക് അവിടെ സാധനങ്ങൾ ഇറക്കാനുള്ളതാണ്, ബുദ്ധിമുട്ടായി. ശരി ശരി, ഞാൻ അത് വരണേ അവര്. ആയിക്കോട്ടെ, ഓക്കെ, ശരി. അഭിവേ, പിന്നെ എൻ്റെ പിരിവിന്റെ പൈസ ഇതുവരെ കിട്ടിയില്ല, ഈ ഗ്രൂപ്പിലൊന്നും പറഞ്ഞില്ല. അത് ഞാൻ മറന്നതാടാ, ഞാൻ ഇപ്പൊ തരട്ടോ. അയ്യടാ, ഇത് തേയിലല്ലടാ, ഉണ്ടായിന് 500 റുപ്യ മായിനാജിക്ക് ഞാൻ വിറകിന് കൊടുത്ത്. അയാളാണ് അത് മേടിച്ചില്ലാന്നാ ഞാൻ കരുതിയത്. പിന്നെ വിറക് എങ്ങനെ പിന്നെ ഫ്രീ ആയിട്ട് തരേ? അയാളെ മരത്തിന് പൈസ കൊടുക്കണ്ട പിന്നെ? എടാ, അയാളിപ്പോ അത് വീടുണ്ടാക്കാൻ വേണ്ടി വെട്ടിയിട്ടതല്ലേ, അയാൾക്കിപ്പോ അത് എനിക്ക് വെറുതെ തന്നിച്ചിട്ട് എന്താ പ്രശ്നം? 2-3 കുമ്പുള്ളൂ, 500 റുപ്യക്ക് എനിക്ക് കൈ പിടിച്ചു കൊണ്ടുവരാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഒരു 2-3 തെങ്ങിന്റെ കുറ്റി, ഒരു കാഞ്ഞിരത്തിന്റെ കുറ്റി, 2 പൊടിയനിക്ക് കുറ്റി, എല്ലാം കൂടി ഇപ്പൊ ഒരു 4-5 ട്രിപ്പ് ഉണ്ടാവും. ഒരു 6000 റുപ്യന്റെ മുതലായില്ലപ്പ അഭിവേ. അതപ്പോ എനിക്ക് 500-ന് തന്നിട്ട് എനിക്ക് എത്ര വിഷമോ? അല്ലെങ്കിൽ ഇപ്പൊ അയാൾക്ക് ഇന്റെ ഒരു 500 കിട്ടിയിട്ട് വേണപ്പോ. എന്റെ അഭിവേ, നന്ദികേട് പറയില്ലടാ. എനിക്കത് അയാൾ ഫ്രീ ആയിട്ട് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരു വാല്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിനക്കിപ്പോൾ വെറുതെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് എന്തൊരു വില ഉണ്ടാവുക? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാനിതേപോലെ മൈനാജി അല്ലേ, ഞാനിതേപോലെ മൂപ്പരൊരു വീട്ടിൽ പഴയൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ചേതക്ക്. അപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടിഷ്ടപ്പെട്ട് അവിടെ പോർച്ചിൽ നിൽക്കുന്നുണ്ട്. അപ്പം അയാൾ ഉപയോഗിക്കലുമില്ല. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് വേണമെങ്കിൽ പിന്നെ ഈ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി ഇടാ. അപ്പം ഞാനിതേപോലെ ഒരു 3000 റുപ്യ എടുത്തു കൊടുത്തു. അപ്പോൾ മൂപ്പര് 2000 കിട്ടതിന് തിരിച്ചു തന്നാണ്ട് 1000 വാങ്ങി വെച്ചു. പിന്നെയാണ് ഞാൻ അറിയണത്, അതായത് മൂപ്പരൊരു ശീലം അങ്ങനെയാണ്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല എന്നാണ് മൂപ്പരുടെ ഒരു കാര്യം. അതടാ, ഈ വിചാരിക്കണ പോലെ പൈസക്ക് ആർത്തിട്ടുള്ളതായിട്ടല്ല. ചില മനുഷ്യന്മാരങ്ങനെയാണ്. ചില മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അയാളാണ് ശരി.